അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഥ പറഞ്ഞു തുടങ്ങുന്നത് മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും ഈറ്റില്ലമായ കോഴിക്കോടിന്റെ പ്രൗഢിയിൽ സാമൂതിരിയും ഖാളി മുഹമ്മദും വരച്ച് നമുക്കായി ബാക്കി വെച്ച പൈതൃകങ്ങളിലൂടെയാണ്. കോഴിക്കോടിന്റെ സൗന്ദര്യം വിളിച്ചോതുന്ന കുറ്റിച്ചിറയിലെ പ്രധാന 3 പള്ളികൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് നമ്മുടെ യാത്ര. 1200 വർഷങ്ങൾക്ക് മുമ്പ് സാമൂതിരി രാജാവ് മുസ്ലിം സമൂഹത്തിന് അവരുടെ പ്രാർത്ഥനകൾക്കും മറ്റുമായി നൽകിയതാണ് അപൂർവ വാസ്തുവിദ്യയിലും കാലിഗ്രഫിയിലും നിർമ്മിതമായ ഈ പള്ളി. ഷഹാബ് റൈഹാൻ അഥവാ മുച്ചിയൻ എന്ന അറബി വ്യാപാരി പണി കഴിപ്പിച്ചതുകൊണ്ടാണ് ഈ പള്ളിക്ക് മുച്ചുന്തി എന്ന് പേര് വരാൻ കാരണം. സാമൂതിരി ജനങ്ങൾക്ക് പള്ളി കൈമാറിയതിൻ്റെ രേഖയെന്ന് കരുതപ്പെടുന്ന പള്ളിക്കുള്ളിലെ ശിലാലിഖിതത്തിൽ നിന്നും പൂന്തറക്കോൻ, ഇബ്രാഹിം, ഉമർ എന്നീ പേരുകൾ മാത്രമേ നമുക്ക് വായിച്ചെടുക്കാനാവുന്നുള്ളൂ. പഴയ പോലെ ഓത്തും പാട്ടും പള്ളിദർസും ഒന്നുമില്ലെങ്കിലും പള്ളിയുടെ പ്രഭ കെടാതെ കാത്തു സൂക്ഷിച്ചിരിക്കുകയാണ് ഇന്നത്തെ മുച്ചുന്തിക്കാർ. ഏതാണ്ട് സഹസ്രാബ്ദങ്ങൾ പാരമ്പര്യത്തിൻ്റെ പ്രാധാന്യമുള്ളതാണ് കുറ്റിച്ചിറ ജുമാഅത്ത് പള്ളി. തെക്കേപ്പുറത്തെ ഏറ്റവും വലിയ ജുമാഅത്ത് പള്ളിയും ഇതുതന്നെ. മുസ്ലിങ്ങൾക്കിടയിലെ പരസ്പര തർക്കങ്ങൾക്ക് വിധി കൽപ്പിച്ചിരുന്ന പാരമ്പര്യവും ഈ പള്ളിക്കുണ്ട്. അറബി മലയാള ഗാനശില്പത്തിലെ ഏറ്റവും ആദ്യത്തെ ഗാനശില്പമായിട്ടുള്ള മുഹീദ്ദീൻ മാലയുടെ രചയിതാവ് ഖാളി മുഹമ്മദ് റളിയല്ലാഹു അൻഹു, ഫത്തുൽ മുഈൻ്റെ രചയിതാവ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, അവരുടെ ഉസ്താദ് ഖാളി ഫഖ്റുദ്ദീൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു തുടങ്ങിയ ഒട്ടേറെ പ്രമുഖർ ഈ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. AD 1300-നും 350-നും ഇടയിൽ അറേബ്യൻ വ്യാപാരിയായ നഹൂദ് മിഷ്കാൽ പണി കഴിപ്പിച്ചതാണ് മിഷ്കാൽ പള്ളി. 1510 പോർച്ചുഗീസുകാരനായ അൽ ബുക്കർക്കിന്റെ നേതൃത്വത്തിൽ പള്ളിക്ക് തീവച്ചെങ്കിലും അറിവിന്റെയും സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെയും സ്മരണകളോടെ കോഴിക്കോട് കുറ്റിച്ചിറയിൽ ഇന്നും നിലകൊള്ളുന്നു. മാത്രവുമല്ല, ഖാളിമാർ ഉപയോഗിച്ചിരുന്ന പല്ലക്കും നാലകത്തു ഖാളിയുടെ ലൈബ്രറിയിലെ അപൂർവ ഗ്രന്ഥങ്ങളും തമ്പുരുവും ടിപ്പു സുൽത്താന്റെ വാളിന്റെ പിടിയും പള്ളിയുടെ മുകൾ നിലകളിൽ ഇന്നും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്.